ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. SSLC വിദ്യാർത്ഥികളാണ്, രക്ഷകർത്താക്കളാണ് ഇത് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തു. കാരണം മെയ് 25-ാം തീയതി മുതൽ +1ന്റെ അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ വാർത്ത ഇന്നലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കയ്യിൽ കരുതേണ്ട ചില പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. SSLC കഴിഞ്ഞ +1 അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും ഇനി ഒരുപാട് പ്രൊസീജിയറിലൂടെ, അപ്പോൾ എന്തൊക്കെയുണ്ട്, പ്രധാനമായിട്ട് നിങ്ങൾ സ്കൂളുകളിൽ ചെന്ന് ഈ സർട്ടിഫിക്കറ്റ്സുകൾ മേടിക്കണം. കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്സുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷമാണ് +1 അഡ്മിഷനിലേക്കും അപേക്ഷയിലേക്കും ഒക്കെ നിങ്ങൾ കടക്കേണ്ടത്. സോ ഗൈസ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക ഏതൊക്കെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണ്ടത്. അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ID പ്രൂഫ് ആയിട്ടുള്ള ആധാർ കാർഡ്, അത് അപ്ഡേറ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. ഡീറ്റെയിൽസ് എല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. പല വിദ്യാർത്ഥികളിലും ആധാർ കാർഡ് അപ്ഡേറ്റ് ആകാത്തതിന്റെ പല പ്രശ്നങ്ങളും ഉണ്ട്. രണ്ടാമത്തെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്തായാലും ജൂൺ മാസത്തിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ള ആ മാർക്ക് ലിസ്റ്റിന്റെ അല്ലെങ്കിൽ റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട് കൃത്യമായിട്ട് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്നുള്ളത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന്, നിങ്ങൾ SSLC വരെ പഠിച്ച സ്കൂളിൽ നിന്ന് ലഭിക്കേണ്ട TC ആണ്. അപ്പോൾ സ്കൂളിൽ TC സർട്ടിഫിക്കറ്റ് അതും കൃത്യമായിട്ട് വരുന്ന ദിവസങ്ങളിൽ അവിടെ നിന്ന് തന്നെ മേടിക്കുക. അതിന് പ്രത്യേക അപേക്ഷകൾ അതായത് സ്കൂളുകളിൽ ഓഫീസിൽ കൊടുത്തിട്ടാണ് TC മേടിക്കുന്നത്. അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതായത് അക്കൗണ്ടന്റ് സർട്ടിഫിക്കറ്റ്, അതും സ്കൂളുകളിൽ നിന്ന് തന്നെയാണ്, നിങ്ങൾ ഇതുവരെ പഠിച്ച സ്കൂളുകളിൽ നിന്നാണ് ലഭ്യമാകുന്നത്. അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റും കരുതലിന് എടുത്തു വയ്ക്കുക. ഇത് കൂടാതെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 സർട്ടിഫിക്കറ്റുകൾ. ഒന്നാമത്തേത് SSLCയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് എങ്കിൽ അത് തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അത് സ്പോർട്സ്, അതുപോലെ തന്നെ ആർട്സ്, അതുപോലെ ശാസ്ത്രമേള, ഇത് തന്നെ ആയാലും അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റ് ലെവലോ അല്ലെങ്കിൽ നാഷണൽ ലെവലോ അതിന്റെ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ, നിങ്ങൾ ഏതൊക്കെ ക്ലബ്ബുകളിൽ അംഗമാണ് എന്ന് തെളിയിക്കുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 3 ക്ലബ് സർട്ടിഫിക്കറ്റുകൾ അതായത് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. ഇതൊരു ബോണസ് പോയിന്റ് ആയിട്ട് നിങ്ങളുടെ +1 അഡ്മിഷൻ സമയത്ത്, അപേക്ഷാ സമയത്ത് കൺസിഡർ ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് അത് മറക്കരുത്. ഇത് കൂടാതെ റിസർവേഷനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ല, റിസർവേഷൻ ഫോർ എക്സാമ്പിൾ EWS ഒക്കെയുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നോൺ ക്രിമിനൽ ലെയർ, അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടി വില്ലേജ് ഓഫീസറിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ല എങ്കിൽ നിങ്ങളുടെ റിസർവേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് മേടിച്ചെടുക്കുക. അതിനുള്ള അപേക്ഷകൾ കൊടുത്ത് കയ്യിൽ കരുതുക എന്നുള്ളതാണ്. അപ്പോൾ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട, അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അഖിൽ സതീഷ് വേൾഡ് ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ DM ചെയ്താലും മതി. ഡയറക്റ്റ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് ലഭിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർന്നു.